ശ്രീ ബി എസ് സുനിൽകുമാർ, നേരത്തെ അനീഷ് കുമാർ ആവർത്തിച്ച് ചോദിച്ചതാണ് സി പി എമ്മിന്റെ റോള്, സി പി എം പ്രതികരിക്കാത്തത്, സി പി എമ്മിനില്ലാത്ത പരാതി. ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണെങ്കിലും ഒരു ചോദ്യമുണ്ടല്ലോ. കാരണം പലപ്പോഴും അങ്ങയുടെ ഒറ്റപ്പെട്ട ശബ്ദമായ ചില കാര്യങ്ങൾ വരികയാണ്. എന്തുകൊണ്ട് അവിടെ സി പി എം ഈ വിഷയത്തിൽ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിൽ പ്രതികരിക്കുന്നില്ല? തൃശൂർ പൂരം തൊട്ട്, പൂരം അട്ടിമറി തൊട്ട് അങ്ങയുടെ ഒറ്റപ്പെട്ട ശബ്ദം തൃശ്ശൂരിൽ നിന്ന് കേൾക്കുകയാണ്. സ്മൃതി, എൻ്റെ ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമാണെന്ന് ദയവായിട്ട് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. കാരണം ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായി. ഇന്ന് രാവിലെ CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറും LDF കൺവീനർ ചന്ദ്രശേഖരനും CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ്റെയും സംയുക്തമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി LDF എന്ന നിലയിൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയാനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് അതിനുള്ള മറുപടി. സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അനീഷ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അനീഷെ. എനിക്ക് സംശയം ഈ സുരേഷ് ഗോപി പല കാര്യങ്ങളും അനീഷിനോട് പറയുന്നില്ല എന്നുള്ള. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ആ കേസ് സുരേഷ് ഗോപിക്കെതിരെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം അനുസരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ ഇതിൻ്റെ ചുമതലക്കാരനായിരുന്ന AIVF ജില്ലാ പ്രസിഡന്റ് സഖാവ് AS ബിനോയ് കൊടുത്ത കേസ് പെറ്റീഷൻ, ഇലക്ഷൻ കേസ് പെറ്റീഷൻ നമ്പർ 1/2024 എന്ന നിലയിൽ കേസ് കൊടുക്കുകയും സുരേഷ് ഗോപിയുടെ അഭിഭാഷകൻ അവിടെ ഹാജരായി കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നേരത്തെ 2 അഭിഭാഷകന്മാർ സൂചിപ്പിച്ച പോലെ കൃത്യമായ സത്യവാങ്മൂലവും പഴുതടച്ച പെറ്റീഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫയലിൽ സ്വീകരിച്ച് ഇപ്പോൾ 27/8/25 അത് വീണ്ടും ഹിയറിങ്ങിന് വെച്ചിരിക്കുകയാണ്. ഇതറിയാതെയാണ് അദ്ദേഹം പറയുന്നത് കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDF തീരുമാനം അനുസരിച്ച് ഞങ്ങൾ അവിടെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക, ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിന് എനിക്ക് പുറമെ മറ്റൊരാളും കൂടെ ഈ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്ന കാര്യം കൂടി അനീഷ് അറിഞ്ഞിരിക്കണം. ഈ ഇലക്ഷൻ പെറ്റീഷൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇലക്ഷൻ പെറ്റീഷൻ്റെ ഭാഗമായി പിടിച്ചു വച്ചിരിക്കുന്ന രേഖകളിൽ EVM കൂടി അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അസാധാരണമായ ആവശ്യമാണ്. നിങ്ങൾ അഭിഭാഷകർ ശ്രദ്ധിക്കണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് EVMകൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കൈവശം ഇരിക്കെ അവർ അസാധാരണമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പല സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ EVMകൾ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ അനീഷ് പറഞ്ഞൊരു കാര്യം വോട്ടിനെ പറ്റിയാണ്. അനീഷ് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ പഞ്ചായത്തിൽ മാത്രമല്ല അനീഷേ, നാട്ടിക മണ്ഡലത്തിൽ ഞങ്ങൾ 10-35,000 വോട്ട് ജയിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 15,000-ലധികം വോട്ടിന് നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ 7,700 വോട്ടും ജയിച്ച മണ്ഡലമാണ്. എനിക്ക് ശേഷം ബാലേന്ദ്രൻ 1000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അവിടെ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനീഷ് പറയുന്ന പോലെ ഞാൻ ജനങ്ങളുടെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയെന്നൊന്നും താങ്കൾ ധരിക്കരുത്. ഞങ്ങളൊന്നും അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങളൊക്കെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ അതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഈ പറയുന്നത് പോലെ നിയമത്തിൻ്റെ എന്താണ് ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഈ നിയമത്തിന് വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന ആ ലിസ്റ്റിൽ പ്രകാരം ഇവർ ചേർത്തിരിക്കുന്ന, ഇപ്പോൾ അനീഷ് പറഞ്ഞ അനീഷ് കുന്നംകുളത്തുകാരനാണ്. ഇപ്പോൾ 4 മാസമായിട്ട് അദ്ദേഹം ആ വീട്ടിൽ താമസിക്കുന്നില്ല. അത് ഇവിടെ വോട്ട് ചേർത്തു. സുരേഷ് ഗോപിയെ ഞാൻ ഒരിക്കലും സുരേഷ് ഗോപിയുടെ വീട്ടുകാർ വോട്ട് ചേർത്തതിനെ പറ്റി ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്ന് അനീഷും പ്രേക്ഷകർ മനസ്സിലാക്കണം. ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. ഇവിടുത്തെ പ്രശ്നം ഞാനിവിടെ 4 പേരുകൾ, 1 മിനിറ്റ്, 4 പേരുകൾ ഞാൻ പറഞ്ഞു. 4 പേരുകൾ. ഒന്ന് ഞാൻ പറഞ്ഞത് 1175 നമ്പർ ബൂത്തിൽ പെടുന്ന അരുൺ R വാര്യർ എന്ന് പറയുന്ന 46 വയസ്സുകാരൻ. അതേ രാജഗോപാൽ വാര്യരുടെ മകനാണ് നന്ദനം. ഈ പറയുന്ന പൂങ്കുന്നത്തുള്ള ഈ ഇൻലാൻഡ് ഫ്ലാറ്റിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെയാണെന്നറിയാമോ? അദ്ദേഹം ഇപ്പോൾ തൃപ്പൂണിത്തറയിലെ ബൂത്ത് നമ്പർ 33 പാർട്ട് നമ്പർ 55 എറണാകുളം തൃപ്പൂണിത്തറയിലെ സീരിയൽ നമ്പർ 1300 അദ്ദേഹത്തിൻ്റെ വോട്ട് ഇതേ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2025 പുതുക്കിയ ലിസ്റ്റിൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇങ്ങനെ 100 കണക്കിന് വോട്ടുകൾ BJPക്കാർ പല ജില്ലകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും നിയമത്തിൻ്റെ പഴുതിൻ്റെ ഫ്രെയിംവർക്കിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ ഒത്താശയോടുകൂടി ഇവിടെ അനധികൃതമായി നിരവധി വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട്. ഇനിയും
BJPയുടെ ചേലക്കരയിലെ ഔദ്യോഗിക ഭാരവാഹികൾ, അവിടെ സ്ഥിരതാമസക്കാരായിരിക്കുന്ന ഔദ്യോഗിക ഭാരവാഹികൾ അവിടെ താമസിക്കുമ്പോൾ തന്നെ ഇവിടെ വോട്ട് ചേർത്തതിന്റെ കണക്കുകൾ വ്യക്തതയോടുകൂടി വെളിവാക്കുമ്പോൾ അനീഷ് കുമാറിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനീഷ് കുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തോറ്റെന്ന് പറയുന്ന കാര്യങ്ങളല്ല. ആലത്തൂർ മണ്ഡലത്തിലെ ഏതെങ്കിലും മണ്ഡലം പ്രസിഡന്റ് തൃശ്ശൂരിൽ വോട്ട് അല്ല, ഒരു മിനിറ്റ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് കുന്നംകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ? അവിടെ വോട്ട് ചെയ്യുന്നതിന് പകരം BJP സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ അദ്ദേഹം വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മാത്രമല്ല വന്നത്, K. മുരളീധരന്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നില്ലേ? അത് അവിടെ പോയി വോട്ട് ചെയ്തല്ലോ. അപ്പോ ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ പാർട്ടി മത്സരിക്കുമ്പോൾ ഓരോരുത്തരും പാർട്ടി മത്സരിക്കും, അവിടെ വോട്ട് ചെയ്യുന്നതിന് പകരം ഇവിടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് സ്ഥാനാർത്ഥി വരുന്നവർ കുടുംബം വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ഞാൻ 100 കണക്കിന് ആളുടെ പേരിൽ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന 182 വോട്ടുകൾ ഈ പറയുന്ന ഫ്ലാറ്റിൽ, ഉദയനഗറിലെ ഫ്ലാറ്റിൽ ചേർത്തിരിക്കുന്ന വോട്ടുകളാണ്. ഈ വോട്ടുകൾ വ്യാജമാണെന്നും ഇവിടെ താമസക്കാരില്ല എന്നും വ്യക്തമായ കണക്ക് കൊടുത്തിട്ടും ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്ന സമയത്ത് ഇവർ സ്ഥലത്തില്ല എന്ന് കാണിക്കുന്ന മാർക്ക് ചെയ്ത പിന്നെ ഇത് കൊടുക്കണം, വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടും അംഗീകരിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ. അവിടെ വോട്ട് ചെയ്യിപ്പിച്ചവരെ കൊണ്ട്. എന്താ കാരണം? നിങ്ങൾ ഈ പറയുന്ന നിയമത്തിന്റെ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ വെൽ ഓർഗനൈസ്ഡ് ആയി ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടുകൂടി ഭരണകക്ഷിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത നിരവധി മാനിപ്പുലേഷൻ, ഒരു മാനിപ്പുലേഷനാണ് ഈ പറയുന്ന പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.